സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഞങ്ങൾ തുർത്താനും രക്ഷയും നൽകുന്നു. ജീവിക്കുന്നവരുടെയും നീ നൽകണമേ മുതലായുസ്സും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവനം നോക്കണമേ. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവരും ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. മൃതനാമെന്നിൽ കനിയേനും ജീവൻ നൽകിനോന്നതമോ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തെളിവായ എന്നുടെ നാഥാനി തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാവൻ പാവങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സന്നിധിയിൽ കൈകൊള്ളണമേ. വിശ്വാസമുടെ ദാസം ചെയ്യും എളിയനാഥ തിരുസന്നിധിയിൽ മഹിതാശയതൻ പരിപാവനമാ ബലികൾ പോലെ കൈക്കൊള്ളണമേ. വിശ്വാസമുടെ ദാസം ചെയ്യും എളിയനാഥ തിരുസന്നിധിയിൽ തവ സന്നിധിയിൽ ചെയ്തൊരു ബലികോ നാഥ. കൈക്കൊള്ളണമേ. വിശ്വാസമുടെ ദാസം ചെയ്യും എളിയനാഥ തിരുസന്നിധിയിൽ വിളിക്കുന്നു. മറ്റു കേൾക്കുന്നതിനെ നിന്റെ നാമത്തിൽ സ്തുതി. പ്രതീക്ഷ
സമാധാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. അവന്റെ പക്കലാകുന്നു. ഞാൻ വിളിക്കുന്നു മരിച്ചറിയാൻ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഇവന്റെയും മരണത്തിന്റെയും നാഥനുമായ സർവേശ്വര ജീവിക്കുന്നവരെ പരിപാലിക്കണമേ. മഹിമയോടെ വിയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനുമായ സർവേശ്വര നാഥനും ദൈവമായ വിശ്വമായ അടയാളത്തോടും ദൈവത്തോടെ മാനമേഖലയെ പ്രത്യക്ഷാവുകയും സ്വരാജ്യത്തിന്റെ പാദമേറ്റപ്പെട്ടുകയും ജനങ്ങളെ നീതിമാന്മാർക്ക് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിന്റെ തെരഞ്ഞെടുപ്പുകൾക്കായി ആരംഭത്തിൽ തന്നെ സിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന സ്വരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. എപ്പോഴും എന്നേക്കും. ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. ഇല്ലൊന്നും കൂടെയെടുപ്പതിനാ നാം ചെയ്യും നന്മകളല്ലാതെ പൊന്നും പണവും വെറുതെയല്ലോ സ്വർഗീയ വീട്ടിൽ. ഓർക്കുകയൻ പ്രിയരേ, ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ.
എൻ പേർക്കായി ക്രൂശിതനായവനേ, എന്നരുതേ എന്നുടെ തിന്മകളേ, അറിവോടെയും അറിവില്ലാതെയുമായി അനവധി പിഴ ചെയ്തു. തള്ളരുതെന്നെ നീ ഈ ജന്മം വെടിയുമ്പോൾ, എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും. പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും. ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു, ആരാധനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു, ആരാധനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പുഷ്പമോടമേ ഞങ്ങളെ ഗ്രഹം ചെയ്യണമേ. കർത്താവേ ഞങ്ങളെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവിന്റെ ശുശ്രൂഷയെ പ്രാർത്ഥനയെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. അടിയാറുള്ള മനുഷ്യരാജാവേ സ്ത്രീ പറയുന്നു സ്വർഗസ്നായ കർത്താവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ ഭാരമനുസരിച്ചുപോലെ ഞങ്ങളുടെ അനുഭവങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയെ ഞങ്ങളെ പ്രവേശിപ്പിക്കുന്നു. ദേവദർശനങ്ങളെ രക്ഷപ്പെടണമേ. പൂർണ്ണമായ ശക്തിയുമേ നിനക്ക് സമാധാനം കർത്താവിനോടെ എൻ്റെ വേണ്ടി മനസ്സിലുള്ള വാർത്തകർത്താവും ആശ്വാസമായ പുരുഷമായ ദൈവമേ, ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ ദാസന്റെ ഒരുപാട് തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ പോരുന്നു. ദുഃഖത്തിന്റെയും കഷ്ടത്തിന്റെയും മധ്യത്തിൽ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ. പാപമരികെ സർവ്വതും ഞങ്ങൾ പരീക്ഷിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും നീ അറിയുന്നുവല്ലോ. നിങ്ങൾ തന്നെ ഞങ്ങൾ സങ്കേതപ്പെടുന്നു. അധ്വാനിക്കുന്നവരും എല്ലാവരെയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഞങ്ങൾ ചേരുന്നുണ്ടല്ലോ. അവൻ നിങ്ങൾക്കായി ചിന്തകളും അവരുടെ മേൽ ഇട്ടുകൊള്ളുകയെന്ന വിശുദ്ധം ഞങ്ങളെ ബോധിപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ കഷ്ടതകളെല്ലാം മുമ്പായി സമർപ്പിച്ച് തിരുവനന്തപുരമായ ഭയങ്കരമായി അറിയണമേ. അവരുടെതെല്ലാം ഞങ്ങളുടെ ധർമ്മനന്മയ്ക്കായി തീർക്കുമെന്ന് വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഈ നിരദാസന്റെ എന്റെ ദിവ്യ സാന്നിധ്യം മൂലം പരിഹരിക്കണമേ. ഈ ദാസന്റെ ജീവിതകാലത്ത് കുടുംബത്തിനും സുഖിക്കും നാടിനും ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അതെല്ലാം ഞങ്ങളെ സഹായിക്കണമേ. ഈ നിരദാസൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ തുടർന്നാളുടെ കുടുംബങ്ങളെ സഹായിക്കും.
സഹായിക്കണമേ. ഇപ്പോൾ പ്രകാരം മാത്രം ഞങ്ങളുടെ യാത്ര സംഭവിക്കുമാറാകണമേ. എന്റെ പ്രാണനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്ന രാജ്യാവകാശമായി പറയുന്ന സന്തോഷപ്രദമായ സ്വപ്നം കേൾപ്പാൻ ഇവരെയും ഞങ്ങളെയും വാങ്ങിച്ചവരെയും ഞങ്ങളെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ ഒരുമിച്ചെന്നാൽ ഞങ്ങൾ ചെയ്യുമാറാകണമേ. ആമീൻ. ദൈവത്തിന്റെ സ്നേഹവും ഏകനായ പരിശുദ്ധമായ സമൃദ്ധമാവാസവും ഈ കുടുംബത്തിൽ നിന്ന് വാങ്ങി പോയിരിക്കുന്ന ആവാസന്റെ Yeah.
തെല്ലുമേശിടാ
വിദ്യയോ സമൃദ്ധിയോ നൽകിയില്ല തെല്ലുമേ ശാന്തിയന്ത്യവേളയിൽ. കാമകോപലോഭമോഹമൊക്കെ നീക്കി ലോകരെ ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാപി നിങ്ങൾ എന്നെയും സ്മരിക്കണേ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ. പാതാളത്തിലും അവിടന്നല്ലോ വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി നീ അറിയുന്നു, പാപം വലുതാണതുപോലങ്ങേ കൃപയും വലുതെന്നറിവു ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും നൂനം. നാഥ നിന്നുടെ മാംസവിണങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിയിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി. കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുചമയ്ക്കും. പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ, കൂടുതകർത്താക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിൻ ദിവ്യനിടത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ, ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തോ, കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം
അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കുന്നേരം ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുദീസായിൽ നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ, നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തോടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിൻ നാഥൻ പൊറുതി നമുക്കും നൽകുന്നോനം. ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയേലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, നീ അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയുന്നേരം കനിവോടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരുന്നിനടച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേൻ. നിത്യമഹോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ.
ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാ നീതാനവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ പിന്നിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനേ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലർത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ, ബാവാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും, നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസൂനോ, ജീവനെനിക്കു പകർന്നു വനം ഭാഗമണച്ചു നിർത്തണമേ. സ്വർഗത്തിൽ നിന്നയച്ചനെ രക്ഷിച്ചു, മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീടാൻ, തൻ പ്രിയസുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, പാവനമാകും കുരിശിനയിൽ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലേ വിജയിച്ചവനെ വാഴ്ത്തിടാം, പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു, അധ്വാനത്തിനു സമ്മാനം നേടാൻ നാഥാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു.
നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും കർത്താവേ, നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു. ആദിപിതാവാമാദത്തിൻ പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നഴലിൻ നടുവിൽ കാണും നരവംശം. ദൈവമേ, നീ സ്തുത്യർഹനാകുന്നു. മിശിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ. നാഥാപാദികൾ ഞങ്ങൾക്കായി കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു. ദൈവത്തിൻ തിരുമാതാവേ, കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലേശ പാടി നമിക്കുന്നു. ആദിമുതൽ എന്നേക്കുമാമേൻ. ആരാധകരുടെ യത്തനകൾ നിൻ തിരുസന്നിധി അണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥാനങ്ങൾ തകർക്കട്ടെ. സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിതില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാമി കബറിടമല്ലേ. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. പറുദീസ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ
ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ പൂർവന്മാരാ നോഹബരഹ ഇസഹാക്ക് യാക്കോബ് മഹിദാശയതൻ പരിപാവനമാ ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ ഉരുവത്സലരാ സ്നേഹരുമൊരു പോ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ബലി പോൽ നാഥ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ
ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടുമവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാം സായുജ്യം ഉൾകുന്നതിനീ ആത്മാവും. നിൻവിളി കേട്ടു ശരീരത്തെ വിട്ടുപിരിഞ്ഞു തിരിക്കുന്നു. മാനവഗണമാദിനവും സക്ഷമരായി കഴിയുന്നു. അവൻ എനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു. പറുദീസായിൽ കനി നീട്ടി. വൃക്ഷം മർത്യനു മൃതിയേകി. ഗാഗുൽത്തായിൽ കൈനീട്ടി. കുരിശാമർത്യനുയർത്തേകി. മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ, ഞങ്ങൾ തെളിവായി കേട്ടു. നിന്നുടെ നീതി വിശുദ്ധന്മാർ ആനന്ദത്തിൻ പൂന്തേനും. ദുഷ്ടജനത്തിനു പീഡകളും നൽകി ഞങ്ങളിതറിയുന്നു. നാഥ, ഞങ്ങളുടെ മൃതരെല്ലാം നുകരാവൂ നിൻ കൃപയെന്നും. അവയെല്ലാം നശ്വരങ്ങളാകുന്നു. ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു. സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിടും. നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. ഒഴുകി വരുന്നു വാനവഗാനം. ഊഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ. ഉലരി വരുന്നു.
മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. പുരുമോഹനമപ്പുലരിയിൽ നാഥ, പൂങ്കതിരണിയും സുകൃതികളോടെ നാഗം ചേരാൻ വരമരുളേണം. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതീനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരകരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരേ, സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പൂവും നേരം സ്നേഹാർദ്രതയാ എൻ പ്രിയജനമേ, അനുദിനമലിനോടോർത്തണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോസ്ലം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു. പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ തെളികാറ്റകളും. അക്ഷയരാജ്യം നേടാനുതകും
നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി. ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ, ശാന്തി മകളെ ഉൾക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാവിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ, ദൂതർ വിളിക്കും കാഹളനാദം. വിധി നാടുയരും മോഹനഗാനം, അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോ. നിങ്ങളുടെ പാവമോചനത്തിനായി ഈ കണ്ണീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുന്ദരങ്ങളുടെയും പരിമസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാവമോചനത്തിനുമായി ഈ സമ്മതരികളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവിനെ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൈവത്തിന്റെ ഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇതുകൂടെ നൽകിയ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവ് ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. ചെറുകാത്തിരിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാവുന്ന സമാധാനം. മണ്ണിൽ നിന്നാകത്തെ സൃഷ്ടിച്ചവനുമായി അവസ്ഥാനങ്ങൾ ധാരവഴിനവയിരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര വലുതാകുന്നു.
എന്റെ ജീവിതം എന്തുകൊണ്ട് ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. കർത്താവേ, നീ ഇല്ലാതെ എനിക്ക് ആരാശ്രയം ഇല്ലാത്ത മുകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ അവരോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെ ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവനെ കൊടുത്തിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. പ്രാർത്ഥനകളും അനുശോചനവും മാമൂന്റെ ഇടവകയുടെ പേരിൽ ബഹുമാനപ്പെട്ട വികാരിയേശുവിന്റെയും ക്രിസ്ത്യന്മാരുടെയും പേരിലുള്ള പ്രാർത്ഥനയും അനുശോചനവും അറിയിക്കുകയാണ്. മരണമെന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപില് ഒരിക്കൽ കൂടി നമ്മളായിരിക്കുകയാണ്. മനുഷ്യൻ ജനിച്ചാൽ ഒരു ദിവസം അവൻ മരിക്കണം. എന്നാൽ ആ മരണം എന്ന് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എൺപത്തിനാല് വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇന്ന് കുര്യാക്കോസേട്ടൻ പോകുമ്പോൾ ചില നല്ല ഓർമ്മകൾ മക്കൾക്കും ജീവിത പങ്കാളിക്കും ഈ സമൂഹത്തിന് മുഴുവൻ നൽകിയിട്ടാണ് കുര്യാക്കോസേട്ടൻ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നത്. 5 മക്കളെ വിശ്വാസത്തിലും സ്നേഹത്തിലും വളർത്തി നല്ല ജീവിതാന്തസ്സിലേക്ക് പ്രവേശിപ്പിച്ച് ഒരു കുടുംബ ജീവിതത്തിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും വേണ്ടവിധം നിർവഹിച്ച് മക്കളെ വിശ്വാസത്തിലും സ്നേഹത്തിലും വളർത്തി ഒരു പിതാവ്, ഒപ്പം ജീവിത പങ്കാളിക്ക് നല്ലൊരു ഭർത്താവായിട്ട് സമൂഹത്തിന് നല്ലൊരു അപ്പച്ചനായിട്ട് ജീവിച്ച് ആകുന്നിടത്തോളം ആൾക്കാർക്ക് നന്മ ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്ന ഒരു വ്യക്തി. ക്രിസ്തു ലൂക്കയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിത്യജീവൻ അവകാശമാക്കുവാൻ നീ എന്ത് ചെയ്യണമെന്ന്. ഒന്നാമതായിട്ട് എന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക. ഒപ്പം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ. ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യം അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോയി. ഈ സ്നേഹത്തിലേക്കുള്ള വിളിയാണ് ക്രിസ്തു ഓരോ ക്രൈസ്തവനും നൽകുന്നത്. പ്രിയമുള്ളവരെ, കുര്യാക്കോസേട്ടന്റെ ഈ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഈശോ നമ്മളോട് പറയുന്നത്, നിങ്ങളും ഈ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. ഈ സ്നേഹത്തിലേക്ക് നിങ്ങളും തിരിച്ചു വരിക. ഈ കർമ്മത്തിന്റെ അവസാനം ബഹുമാനപ്പെട്ട ആബേലച്ചൻ വളരെ മനോഹരമായ ഒരു കവിത എഴുതി വെച്ചു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്തിയാനേ, കൂടെ പോരും നീ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. സൽകൃത്യങ്ങൾക്ക് മാത്രമേ നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ നിന്നോടൊപ്പം ഉണ്ടാകുള്ളൂ. ബാക്കിയെല്ലാം നിന്റെ മരണത്തോടൊപ്പം വിടത്തില്ല. പക്ഷേ നിന്റെ ജീവിതത്തിന്റെ സൽകൃത്യങ്ങൾ, നന്മകൾ മാത്രമേ അവസാനം വരെ നിന്റെ ജീവിതത്തിനോട് കൂടെ എപ്പോഴും ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കുര്യാക്കോസേട്ടന്റെ ജീവിതം നമുക്ക് മാതൃകയാകട്ടെ. അദ്ദേഹത്തെ പോലെ സ്നേഹത്തിൽ ജീവിക്കുവാൻ, ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിച്ച് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി കുര്യാക്കോസേട്ടന്റെ കുടുംബത്തിന്, പ്രത്യേകിച്ച് മക്കൾക്ക് ജീവിത പങ്കാളിക്കും അനുശോചനവും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുൽത്തായിൽ നിരമൂല്യമായ തിരുരക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിദ്യദിവസത്തിൽ നിന്റെ മഹത്വത്തിന് പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ മഹനീയമായ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്വർഗ്ഗനാകുന്ന ഞങ്ങൾ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മരണം വരുവരുന്നാളോത്തുകമത്യാമി കൂടെ പോരും നീ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുവരുന്നാളോത്തുകമത്യാമി കൂടെ പോരും നീ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ശുശ്രുകമത്യാമിന്തിനു കരയുന്നു വ്യാകുലമാനസരായി നീങ്ങുന്നു തിരമാലകൾ തിങ്ങിമറി ഞടുകും കടത്തോടെ. മരണം വരുവരുന്നാളോത്തുകമത്യാമി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഒട്ടു പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടിയെ നീ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വിദ്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വിദ്യാർത്ഥിയിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നീ അവർക്ക് പാനീയം കൊടുത്തു, വൈദാഹത്താൽ വലയം നരകൻ നീരുറവകളെ നീ
കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെയുള്ളവൻ, ദൃശ്യാദൃശ്യങ്ങൾ സകലം തീർത്തോനേ നാഥാ സകലേശ, നിൻ സാദൃശ്യത്തിൽ തീർത്തോരെന്നുടമേൽ കൃപ നീ ചിന്തനമേ. ആദ്യം മുതൽ അന്ത്യം വരെയുള്ളവയെല്ലാം എല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവികാരങ്ങൾ. വാക്കും ചെയ്തികളും നിഖിലം മറയന്റെ തെളിവായി കാണുന്നു. ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു, ഉടമായി നിൻ മുൻപിൽ കണ്ടു ഭുവനത്തിൻ തിന്മകളെല്ലാം നീ. പെരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ. കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ, ജനനം മുതലെന്നും മനുജൻ പാപത്തിൻ വഴിയിൽ ചായുന്നു. കോപം കലരാതെ നാഥാ കനിവോടെ തൃക്കൻ പാർക്കണമേ. കണ്ണുനീരുകൊണ്ട് എന്റെ കടക്ക ഞാൻ നനച്ചു, നാഥാ പാപിനിയാം മറിയം മിഴിനീരിൽ പാദം കഴുകുമ്പോ. ഹൃദയം തരളിതമായി സഹതാപാകുലമായി ഉറുതിയവൾ കരുളി. കർത്താവേ, കാരുണ്യം വർദ്ധിക്കണമേ, പശ്ചാത്താപത്താലൊഴുകുന്നെൻ കണ്ണീർ കണ്ടുകഴിഞ്ഞാലും ദൈവാനുഗ്രഹവും കൃപയും സ്ഥിരമെന്നിൽ ചൊരിയണമഖിലേശാ. നീ എന്നെ സൃഷ്ടിച്ച് എന്റെ മേൽ കൈകൾ വച്ചു, തീർത്തു പൊടിയിൽ നിന്നാദാമിനെ ദൈവം ചേർത്തു ജീവനത്തിൽ. സ്തുതി തൻ ഗീതങ്ങൾ നിയതം പാടിടുവാൻ നാവുവന്നേകി. വലിയവരും ചെറിയവരും അനുതാപാകുലരായണയും പാപികളെ കൈക്കൊള്ളൂ ദൈവം. പശ്ചാത്താപത്തിൻ കണ്ണീർ ചിന്തുക നാം, ദൈവം കൃപ ചെയ്യും. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. നരനീ ലോകത്തിൽ ദൈവം തുണയാകാതൊന്നും കഴിവില്ല. നാഥാ, ദുർബലരാം ഞങ്ങൾ കവചതകൾ തീർക്കണമനുനിമിഷം. നിനക്കു ഞാൻ അഭിവാദനം അർപ്പിക്കുന്നു. സ്വസ്തി ദാവീദിൻ പുത്രീ മാലാഖ മറിയത്തോടരുളി. കന്യാമാതാവേ, സെഹിയോൻ പുത്രീ, ധന്യത നിസ്തുലമാ. കർത്താവിനെ പ്രാർത്ഥിച്ചു ശക്തരാകുവിൻ. നിറയും മോദമുടെ വാനിൽ വാണരുളും പരിശുദ്ധന്മാരെ. കൃപയും മോചനവും ഞങ്ങൾ നേടിടുവാൻ നിതരാം പ്രാർത്ഥിപ്പിൻ.
എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യരോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്കാശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും നീശോ മൃതരാമകിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളീല. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാൻ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നേ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടനെഴുന്നേൽക്കും. അവന്റെ നാമമെന്നും ധന്യമാകുന്നു. മൃതിയെ മുറപോൽ നാഥനയയ്ക്കുന്നു. ദുഷ്ടനുമിളയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമുത്ഥാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും, മൃതരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കബറിടമൊളി തിന്നും. അതിലുള്ളവരോ നാഥനു പുകൾ പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതകിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സാധനുമേവം സുരനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു. ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയിരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിലയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. ഉടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും
കഴിവില്ലേതും സ്ത്രീ പുരുഷന്മാരന്തരമിയനാദുസ്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ രാജിക്കുന്നു. മൃതനായി മിശിഹാ മൂന്നാം ദിവസം ജീവൻ നേടി ഭീകരമൃതിരൻ ചങ്കലയേവം പൊട്ടിനുറുങ്ങി. മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമായുത്ഥാനത്തിൻ പാത തുറന്നു. സ്വർഗമണഞ്ഞോരദ്ഭുതനിനിയും ജയലാളിതനായി വരുമീധരയിൽ കുരിശിൻ പ്രഭയാൽ പരിവേഷ്ടിതനായി. ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിന്നാഗമ ദിവസം പാർത്തു കഴിപ്പൂ. ദീർഘജമാനൻ പ്രതിഫലമേകാനെത്തും ദിവസം വേഗം പുലരാൻ ഭൃത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാൻ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തു കഴിപ്പൂ. നിസ്സഞ്ചലരായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂതാൻ അണി നിൽക്കുന്നു. ഓശാനകളാലെതിരേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. മരണത്താലേ വിജയമണിഞ്ഞോരുന്നത കൃപനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുഹൃതസുമങ്ങൾ ചാർത്തിയൊരുങ്ങി സമലം കൃതരാ വരുവിൻ വരുവിൻ നൃപരേ മുറപ്പൂ എതിരേൽപ്പതിനാ. തന്നെ ഹൃദയയുടെ കൈപ്പല്ല കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവന്റെ നാവിൽ ധന്യമാകുന്നു. മൃതിയെ മുറപോ നാഥനയക്കുന്നു. ദുഷ്ടനുകളിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിലാന്തിക്കും പ്രിയം കുരിശി കണ്ടവരവസാനം വിധിയുടെ നാളെ കൈവരുമാനന്ദം. കൈകൾ വെച്ചു ചൂടിയിൽ നിന്നും ജന്മമെരിക്കേകി നിന്നെ നമിക്കാൻ നൽകണമു
ഉത്ഥാനം പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. ും സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദ്യം മുതൽ എന്നേക്കും യേശുനാഥ, മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സമാധാനം സന്ദേശവാസത്തോടെ ലോകം വിട്ടുപോയിരിക്കണം. നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽക്കരങ്ങളെ പ്രസാദിപ്പിച്ചയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർത്തുകയും നല്ലവരുടെ സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്നെ കേട്ടാലും തന്റെ മാതാവായി കന്യകാമറിയത്തിന്റെ പ്രവർത്തനയാലും വിശുദ്ധവരോടുകൂടി ഇയാളെ തന്റെ വലത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷികളെ മരിച്ചവരെ ഏൽപ്പിക്കണമേ. ഇന്നിവിടെ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ശിശുവിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ദൈവം. കർത്താവിന്റെ വിജയമായ പരിപാലനങ്ങളാണ് ഇന്നിവിടെ നാളെ നിങ്ങളെ മരണത്തിലാവുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ നീ പങ്കുവഹിക്കുന്നു. ശിവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസാവഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഭൂതാസ്ത്രങ്ങളാൽ എന്റെ ആത്മാവിൽ കൃപാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇത് സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണത്തിലാക്കുകയും മരണശേഷം ഉയർപ്പിക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. കർത്താവേ, നിന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധ കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധാമുദീസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധവുമായ ശരീരത്തിന് ഇതിന്റെ ദൈവത്തിന് രണ്ടാമത്തെയാകുന്നതിനെ ക്രിസ്തുമ നൽകി കബറിടം നീ പൂർത്തീകരിക്കുമേ. ശിവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. സ്വഭാവഘടന നീ തുണിക്കണമേ. ഞാൻ നിർമ്മലനാകും. കർത്താവേ, അതിനെ കഴുകാൻ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പിടിമുളതുപോലെ നീ പ്രസാദിക്കണേ.
മനുഷ്യ നീ പിടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് വിളിച്ചു സകലത്തിന്റെയും നാഥനായ ദൈവം എന്നെ ഉയർത്തിന്റെ മുഖത്തോടുകൂടി മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഞാൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു, കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു, കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും, പോകുന്നു ഞാനെന്നിൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു, കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ, ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാനെന്നിൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു, കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ.